അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിൽ അടിയന്തര സുരക്ഷാ ഓഡിറ്റിംഗിന് ദേശീയപാത അതോറിറ്റി. നിർമ്മാണത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എന്ന വിദഗ്ധ സമിതിയുടെ കണ്ടെത്തലിനെ തുടർന്നാണ് തീരുമാനം. ചട്ടങ്ങൾ പാലിക്കാതെയാണ് നിർമ്മാണമെങ്കിൽ കരാർ കമ്പനിയെ ഒഴിവാക്കും. മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി. മുബഷീർ, കരാർ കമ്പനിയോട് വിസ്തീർണം തേടിയിരുന്നു. ഇപ്പോൾ കരാർ കമ്പനിയെ ഒഴിവാക്കുന്ന രൂപത്തിലേക്ക് ഇതുവരെ തീരുമാനം എത്തിയിട്ടില്ല എന്നാണോ? അത് പ്രാഥമികമായി തന്നെ വീഴ്ചയുണ്ടെന്ന് തെളിഞ്ഞതാണ്. തീർച്ചയായും സ്മൃതി, കഴിഞ്ഞ ദിവസം വിദഗ്ധ സമിതി ആ ഒരു മേഖലയിൽ സന്ദർശിച്ചതിന് ശേഷമാണ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അത്തരമൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഒരു സുരക്ഷാ ഓഡിറ്റിന് ദേശീയപാത അതോറിറ്റി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ആറോരി എലവേറ്റഡ് കൊറിഡോറിന്റെ അടിയന്തരവും സമഗ്രവുമായ സുരക്ഷാ ഓഡിറ്റ് നടത്തുന്നതിനായി ദേശീയപാത റൈറ്റ്സ് ലിമിറ്റഡിനെ ചുമതലപ്പെടുത്തി എന്നുള്ളതാണ് പത്രക്കുറിപ്പിലൂടെ NHAI ഒരു ഘട്ടത്തിൽ അറിയിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉയർന്ന സുരക്ഷാ ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനായാണ് ഈ സുപ്രധാന സുരക്ഷാ പരിശോധനയ്ക്ക് ഉത്തരവിട്ടിരിക്കുന്നത്. പദ്ധതിയുടെ നടത്തിപ്പ് സമഗ്രമായി അവലോകനം ചെയ്യുന്ന രീതിയാണ് റൈറ്റ്സ് ലിമിറ്റഡിന്റെ പ്രവർത്തന പരിധി നിശ്ചയിച്ചിരിക്കുന്നതെന്നും NHAI ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട്. നേരത്തെ കഴിഞ്ഞ മെയ് 23 മോട്ടോർ വാഹന വകുപ്പ് ജില്ലാ കളക്ടർക്ക് ഈ ഒരു മേഖലയിൽ അപകടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഗേഡർ വീണ് ദുരന്തമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചല്ല ഇവർ നിർമ്മാണം നടത്തുന്നൊരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. പക്ഷെ അന്ന് നടപടി സ്വീകരിച്ചിരുന്നില്ല. ഇത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്ന റിപ്പോർട്ടിലൂടെ മോട്ടോർ വാഹന വകുപ്പ് ചൂണ്ടിക്കാണിച്ചിരുന്നു. ഗഡറുകൾ സ്ഥാപിക്കുമ്പോൾ 15 അടി താഴെയായി ഇരുമ്പ് ഭീമുകൾ സ്ഥാപിക്കണമെന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ശുപാർശ. അതുൾപ്പെടെ പാലിക്കാതെയുള്ള ഒരു നിർമ്മാണ പ്രവർത്തനമാണ് ഈ അപകടത്തിലേക്ക് നയിച്ചതെന്നും ഒരു കണ്ടെത്തൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ ഇനി ഈ കരാർ കമ്പനിക്കെതിരെ DBAR പോലെയുള്ള നടപടികളിലേക്ക് NHAI കടക്കുമോ എന്നുള്ളതാണ് കാണേണ്ടത്. കഴിഞ്ഞ ദിവസം വിദഗ്ധ സമിതി സന്ദർശിച്ച സമാനമായ രീതിയിൽ കൂടുതൽ ഉദ്യോഗസ്ഥർ ആ ഒരു മേഖലയിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ശരി, മുബഷീർ പി അക്ബറാണ് വിവരങ്ങൾ നൽകിയത്.